ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വേദചിന്തയുമായി നിങ്ങളുടെ മധ്യത്തിൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന കൃപകളെ ഓർത്ത് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 33 മുതൽ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയിൻ കീഴിലോ വയ്ക്കാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്രേ വയ്ക്കുന്നത്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകും. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ദോഷമുള്ളതാകിലോ ശരീരം ഇരുട്ടുള്ളത് തന്നെ. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ അശേഷം പ്രകാശിതമായി തീരും. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ പഴയ കാലത്ത് അമ്മമാർ വിളക്ക് കത്തിക്കും. നല്ലതുപോലെ മണ്ണെണ്ണ ഒഴിച്ചോ അതിൻ്റെ തിരിയൊക്കെ നീട്ടി നല്ലപോലെ കഴുകി വൃത്തിയാക്കി നല്ല ഓട്ടുവിളക്ക് കത്തിച്ച് ഉയർന്ന മേശപ്പുറത്തോ അല്ലെങ്കിൽ തട്ടിൻ്റെ പുറത്തോ ഒക്കെ വെക്കുന്ന ഒരു കാലം ഓർമ്മയുണ്ടാവും. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിലും പഴയ കാലത്തുള്ള ആളുകൾക്കറിയാം. അങ്ങനെ വെക്കുന്നത് വാസ്തവത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ആ വീടിൻ്റെ അകം മുഴുവൻ, വിളക്കിരിക്കുന്ന അത്രയും സ്ഥലം മുഴുവൻ പ്രകാശം കൊണ്ട് നിറയേണ്ടതിനാണ്. എന്ന് പറഞ്ഞാൽ ഇരുട്ട് മാറി എല്ലാവരും പ്രകാശത്തിലിരിക്കണം. ഈ ഉപമ കർത്താവ് പറഞ്ഞിട്ട് പറയുന്നു, നിങ്ങളുടെ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിങ്ങളുടെ ദേഹം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദോഷമുള്ളതാകിയാൽ നമ്മുടെ ഈ ശരീരം മുഴുവൻ ഇരുട്ടുള്ളതായിരിക്കും. എന്നിട്ട് പറയുന്നു, നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ സൂക്ഷിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വാസ്തവത്തിൽ ആരാണ് വെളിച്ചം? കർത്താവിൻ്റെ വചനം പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇരുളടഞ്ഞ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, പാപാന്ധകാരം നിറഞ്ഞ അന്ധകാര ശക്തികളാൽ പിടിക്കപ്പെട്ടിരുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രകാശമായി, വെളിച്ചമായി, അത്ഭുത പ്രകാശമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ ഇരുളടഞ്ഞ സകല മേഖലകളിലും അത് വെളിച്ചമായി മാറണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നിലുള്ള ഇരുട്ട് മാറി എന്നിൽ ഒരു വലിയ പ്രകാശം ഉദിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ദൈവമായ കർത്താവ് എന്നിൽ വെച്ചിരിക്കുന്ന ആ വെളിച്ചം ഇരുളാകാതിരിപ്പാൻ ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കണം. എന്നിൽ പകർന്ന വെളിച്ചം മറ്റനേകർക്ക് ഇരുട്ടിൽ പ്രകാശമായി തീരാൻ എന്നിലെ വെളിച്ചം നിന്നുപോകാതെ, കെട്ടുപോകാതെ ദിനം പ്രതി അത് പ്രകാശിക്കുന്ന അനുഭവങ്ങളായി മാറണമേ എന്ന് നാം ദിനം പ്രതി ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രിയ ദൈവജനമേ, എൻ്റെയും നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പ്രകാശമായി തീരുവാൻ നമുക്ക് ദൈവത്തിൻ്റെ സഹായം വേണം. കാരണം നമ്മുടെ വാക്ക്, നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തികൾ ഒക്കെ ദൈവത്തിൻ്റെ ഹിതകരമായ രീതിയിലാണ് എങ്കിൽ അന്ധകാരത്തിലിരിക്കുന്ന, പാപത്തിൽ നടക്കുന്ന, പാപത്തിൽ ജീവിക്കുന്ന മറ്റൊരു വ്യക്തി ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലേക്ക് വരുവാൻ ഇടയായിത്തീരും. നമ്മളുടെ ഉപദേശങ്ങൾ കൊണ്ടോ പ്രസംഗത്തിൻ്റെ ചാതുര്യം കൊണ്ടോ നമ്മുടെ പാട്ടിൻ്റെയോ നമ്മുടെ ഏതെങ്കിലും ഒരു ശക്തമായ പ്രബോധനം കൊണ്ടല്ല ഒരു മനുഷ്യൻ രൂപാന്തരപ്പെടുന്നത്. നമ്മുടെ ജീവിതം കൊണ്ടാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം നോക്കുമ്പോൾ അത് പ്രകാശമുള്ളതായി തീരുവാൻ ആകർഷിക്കുന്ന വിധത്തിൽ അന്ധകാരത്തിൽ, മദ്യപാനത്തിൽ, വെറുക്കൂത്തിൽ, രോഗത്തിൽ, ഏതുവിധ പ്രയാസങ്ങളിൽ ഇരിക്കുന്നവർക്കും അതൊരു രക്ഷാകാരണമായി തീരുവാൻ എന്നിലെ വെളിച്ചം ഇരുളാകാതിരിപ്പാൻ
നാം ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടതാകുന്നു. ആമേൻ. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ പറയണം, കർത്താവേ, നീ എന്നിൽ പകർന്ന ആ വെളിച്ചം ഇരുളാകാതിരിപ്പാൻ എനിക്ക് കൃപ വേണം. എൻ്റെ കഴിവിനോ എൻ്റെ വിദ്യാഭ്യാസത്തിനോ എൻ്റെ പുകഴ്ചയ്ക്കോ ഒന്നും അതിനെ നേടിയെടുക്കാൻ കഴിയില്ല. ബലഹീനനായ എൻ്റെ മേൽ നിന്റെ സാന്നിധ്യം അയക്കണമേ. ആമേൻ. ഒരു വിളക്ക് മുറിയെ പ്രകാശിപ്പിക്കുന്നത് പോലെ, ഒരു വെട്ടം റോഡിൽ കൂടെ നടന്നു പോകുന്ന വ്യക്തിക്ക് വെളിച്ചമാകുന്നത് പോലെ, അന്ധകാരത്തിലിരിക്കുന്ന, ബന്ധനങ്ങളിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് വെളിച്ചമായി തീരുവാൻ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്? ഞാൻ എന്നെ തന്നെയും സമർപ്പിക്കുക. എൻ്റെ ജീവിതം കൊണ്ട് മറ്റൊരാൾ വെളിച്ചത്തിലേക്ക് വരുവാൻ, അതെ, ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേ, ഈ ലോകത്തിൽ ആമേ ഒരു മനുഷ്യനെയും ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇവിടുത്തെ മതസംഹിതകൾക്ക് കഴിയില്ല, ഇവിടുത്തെ പ്രമാണങ്ങൾക്ക് കഴിയില്ല, ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കോ ഇവിടുത്തെ സാഹിത്യകാരന്മാർക്കോ ഒരു വ്യക്തിയെ മാനസാന്തരത്തിൽ കൊണ്ടുവരുവാൻ കഴിയുന്നതേ അല്ല. എന്നാൽ ഒരു ദൈവ പൈതൽ തൻ്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയെ പ്രകാശപൂർണമാക്കുന്നു എങ്കിൽ ഇരുളടഞ്ഞ ജീവിതത്തിൽ തകർന്നു കിടക്കുന്നവരുടെ ഉള്ളിൽ കടന്നു ചെന്ന് ആമേൻ മാനസികമായി ശാരീരികമായി ഭാരത്തോടെ ഇരിക്കുന്നവരുടെ മുമ്പിൽ ഈ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തെ പകർന്നു കൊടുത്താൽ അതൊരു വീടിനെ പ്രകാശിക്കുന്നത് പോലെ, അന്ധകാരത്തിൽ ഉദിച്ചു വരുന്ന ഒരു വെളിച്ചം പോലെ അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ഭവനം മരണകരമായ ഒരു അനുഭവത്തിലൂടെ പോവുകയാണ്. അവർ 3 പേരും 4 പേരും മരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അവരോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും അവരോടുകൂടി അല്പസമയം ചെലവഴിക്കുകയും ചെയ്തപ്പോൾ ഒരു കാര്യം വ്യക്തമായി, മരണഭീതി മാറി. അവരുടെ ആകുലതകൾക്ക് മാറ്റം വന്നു, അവരുടെ മനോഭാരത്തിന് മാറ്റം വന്നു. കൃപയാൽ അവരെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാനും സ്നാനപ്പെടുത്തുവാനും കർത്താവിൻ്റെ രാജ്യത്തിനായി ഉപയോഗിക്കുവാനും അവരിന്നും ദൈവകൃപയിൽ നിൽക്കുവാൻ എന്നെ ദൈവം സഹായിച്ചു. ഞാൻ പൂർണ്ണനായതുകൊണ്ടോ ഞാൻ അങ്ങ് വിശുദ്ധനായതുകൊണ്ടോ അല്ല പറയുന്നത്. എന്നിൽ പകർന്ന ആ വെളിച്ചം, എന്നിൽ പകർന്ന ആ ദൈവകൃപ ഞാൻ എനിക്കൊക്കുന്നത് പോലെ ഒന്ന് പറഞ്ഞപ്പോൾ അതൊരു ഇരുളടഞ്ഞ ജീവിതത്തിന്, ഇരുളടഞ്ഞ ഭവനത്തിന് അതൊരു പ്രകാശമായെങ്കിൽ എന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ ഈ നാളുകളിൽ സൂക്ഷിക്കണം. കാരണം എൻ്റെ അധരങ്ങൾ കൊണ്ട്, എൻ്റെ കണ്ണുകൊണ്ട്, എൻ്റെ കേൾവി കൊണ്ട്, എൻ്റെ കാഴ്ച കൊണ്ട്, എൻ്റെ വർത്തമാനം കൊണ്ട് എൻ്റെ ഈ കൃപയെ എനിക്ക് നഷ്ടപ്പെടുത്താം. എൻ്റെ ഈ കൃപയെ എനിക്ക് ഇല്ലാതാക്കി കളയാം. ക്രിസ്തുവിൻ്റെ തേജസ് എന്നിൽ പ്രകാശിക്കേണ്ടതിന്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എൻ്റെ മേലൊരു വെളിച്ചമായി ഇരിക്കേണ്ടതിന് അവൻ്റെ സന്നദ്ധിയിൽ വിനയത്തോടെ, താഴ്മയോടെ, പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ ഞാൻ പറയാം, ഇരുട്ടുള്ള വഴികളിൽ അവൻ്റെ വെളിച്ചം നമുക്ക് പാതയ്ക്ക് തുണയായിരിക്കും. അന്ധകാരങ്ങളുടെ നടുവിൽ ഒരു വെളിച്ചമായി അത് ഉയരും. നിരാശയുടെ ഇരുളടഞ്ഞ മേഖലകളിൽ അതൊരു വെളിച്ചമായി പ്രകാശിക്കും. നമ്മൾ നിരാശപ്പെടേണ്ടി വരില്ല. ആമേൻ. ഈ ലോകത്തിന്റെ വഴികളെല്ലാം അടയുമ്പോൾ, ഈ ലോകത്തിന്റെ സാധ്യതകളെല്ലാം നഷ്ടമായി പോകുമ്പോൾ, ആമേൻ, ക്രിസ്തുവിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഒരു അത്ഭുത പ്രകാശമായി ഉദിച്ചു വരും. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെല്ലാം അവസ്ഥകളിൽ നിങ്ങൾ കടന്നുപോയാലും, ആമേൻ, ചേർന്ന് നിൽക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ലോകത്തിന്റെ വഴികൾ അടഞ്ഞാലും, ലോകത്തിന്റെ പദ്ധതികൾ അസ്തമിച്ചാലും, ക്രിസ്തുവിലുള്ള എൻ്റെ സാന്നിധ്യം, കർത്താവേ, എൻ്റെ സാന്നിധ്യം, നിന്റെ സാന്നിധ്യം എന്നിൽ നിന്ന് മാറരുത്. നിന്റെ സാന്നിധ്യം എന്നിൽ നിന്ന് മാറരുത്. ആമേൻ. അന്ധകാരത്തിൽ പാപത്തിൽ നിന്ന് എന്നെ വിടിവിച്ച അനേകരെ വിടിവിപ്പാൻ ഈ ശക്തിയാൽ എന്നെ ഉപയോഗിക്കണമേ എന്ന് എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും? എത്ര പേര് ദൈവത്തോട് ആമേൻ കരയും? നിലവിളിയോടെ പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാൻ ഈ ശബ്ദം നിങ്ങൾക്ക് വേണ്ടി ആമേൻ പറയുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ ഞാൻ സൂക്ഷിക്കണം. നിങ്ങളിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിപ്പീൻ.
ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ക്ഷണികമായ ജീവിതം മറ്റൊരാളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ, അത്ഭുതത്തിലേക്ക് കൊണ്ടുവരുവാൻ കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ക്രിസ്തുവിന്റെ വെളിച്ചമായി തീരട്ടെ. അവരെ ഇരുട്ടിലേക്ക് നയിക്കുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും ആമേൻ മാറി ക്രിസ്തുവിന്റെ പ്രകാശം പരത്തുന്നവരും ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ ജീവിക്കുന്നവരുമായിരിക്കാൻ ദൈവം തന്നെ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അതിനായിട്ട് ഉത്സാഹിപ്പിക്കണമേ. കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.